الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചു, ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെട്ടു. നാഥൻ ഏകിയതിൽ എടുത്തും വിലക്കിയതിൽ നിന്നൊക്കെ വിട്ടുനിന്നു തഖ്വയുടെ പാതയിൽ ജീവിത ഇടപാടുകളെ മുഴുവനും നിലനിർത്തിക്കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിത ഇടപാടുകളിലുടനീളം പടച്ചവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ റൂഹ് പിരിയുന്ന നേരം വരെയും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് നിലനിന്നു പോകാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ഇടപെടലിനെ സംബന്ധിച്ചും ഖുർആനുമായി നമ്മൾ ഉണ്ടാക്കേണ്ട ബന്ധങ്ങളെ കുറിച്ചുമൊക്കെയാണ് ഏതാനും ഖുതുബകളിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ചരിത്രത്തിൽ വരുത്തിയിട്ടുള്ള, ലോകത്തും വിശ്വാസി സമൂഹത്തിലും വരുത്തിയിട്ടുള്ള അത്ഭുതകരമായ പരിവർത്തനങ്ങളെ സംബന്ധിച്ചും ചില സൂചനകൾ നൽകുകയുണ്ടായി. ഖുർആനിൻ്റെ പരിവർത്തന ശേഷി അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഖുർആനിൻ്റെ അക്ഷരങ്ങളോ ആയത്തുകളോ ഒന്നും കുറഞ്ഞു പോവുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടില്ല. അവതീർണമായ ഭാഷയിൽ അതിൻ്റെ ആദിമ വിശുദ്ധിയിൽ പരിശുദ്ധ ഖുർആൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ അതിൻ്റെ സൽഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിച്ചു നോക്കേണ്ടതാണ്. ലോകത്തിന് വെളിച്ചം കാണിക്കാൻ വന്ന ഗ്രന്ഥം ജനങ്ങൾ അവരകപ്പെട്ട അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വഴി നടത്താൻ വേണ്ടി അല്ലാഹു ഇറക്കിയ ഗ്രന്ഥം. മുസ്ലിം ഉമ്മത്തിൽ നിന്നാണ് ഈ വെളിച്ചം ലോകത്തിന് ലഭിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് വെളിച്ചം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഗ്രന്ഥം മറ്റുള്ളവർക്ക് വെളിച്ചമാക്കി തീർക്കാൻ സാധിക്കുക. നമ്മൾ ഈ വെളിച്ചത്തോട് പുറത്തിരിഞ്ഞു നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇരുട്ടാകും എന്ന് നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് ഖുർആനിനെ, അതിനോടുള്ള സമീപനത്തെ കുറച്ചുകൂടി വികസിപ്പിക്കാൻ, കുറച്ചുകൂടി അതിനോടുള്ള ബാധ്യതകൾ മനസ്സിലാക്കി അതിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഉയർന്നു നിൽക്കാൻ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെന്ന നിലക്ക് ഖുർആനിൻ്റെ വാഹകരും
ഈ കാലഘട്ടത്തിലെ അതിൻ്റെ വാക്താക്കളും എന്ന നിലക്കും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ധാരാളമായി ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ അതേസമയം നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഖുർആൻ നമ്മൾ വായിച്ചു വിടേണ്ട ഗ്രന്ഥമല്ല. ഖുർആൻ നമ്മൾ വായിച്ചു വിടേണ്ട ഗ്രന്ഥമല്ല, മറിച്ച് ഖുർആൻ വായിച്ച് എടുക്കേണ്ട ഗ്രന്ഥമാണ്. വായിച്ചു വിടുകയല്ല, വായിച്ച് എടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ചെയ്യേണ്ടത്. എന്നല്ല, നമ്മുടെ ഇടപാടുകളെയൊക്കെ, നമ്മുടെ ദൈനംദിന ജീവിത ഇടപാടുകളെയൊക്കെ പരിശുദ്ധ ഖുർആനിലേക്ക് കേന്ദ്രീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഈ ഖുർആൻ കേന്ദ്രീകൃതമായ ജീവിത അജണ്ടയാണ്. ഖുർആൻ കേന്ദ്രീകൃതമായ ജീവിത അജണ്ടയാണ്. ജീവിത ഇടപാടുകളിൽ പരിശുദ്ധ ഖുർആനിനെ ഇടപെടാൻ നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, അതൊരു ചരട് പൊട്ടിയ പട്ടം പോലെയായിരിക്കും. അതെവിടെയോ ചെന്ന്, ചരട് പൊട്ടിയ ഒരു പട്ടം എവിടെ ചെന്ന് വീഴുമെന്നറിയാത്തതുപോലെ ആ അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഖുർആനിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ജീവിത അജണ്ട നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങളെന്ന നിലയ്ക്ക് നമ്മുടെ വ്യക്തി ജീവിതവും, നമ്മുടെ കുടുംബ ജീവിതവും, നമ്മുടെ കച്ചവടവും, നമ്മുടെ തൊഴിലും, നമ്മുടെ മറ്റ് സാമ്പത്തിക ക്രയവിക്രയങ്ങളും ഒക്കെ എന്നല്ല, നമ്മുടെ മുഴുവൻ ജീവിത ഇടപാടുകളും ഏതൊരു കേന്ദ്രവുമായി ബന്ധിപ്പിച്ചു നിർത്തേണ്ടതുണ്ടോ ആ ന്യൂക്ലിയർ, ആ കേന്ദ്രം പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനാകുന്ന ആ ന്യൂക്ലിയസുമായി നമ്മുടെ ജീവിത ഇടപാടുകൾ മുഴുവൻ ബന്ധിപ്പിച്ചു നിർത്തുന്നിടത്താണ് തെറ്റുപറ്റാത്ത, ഒരിക്കലും പിഴക്കാത്ത നിലപാടിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ഖുർആൻ നമ്മളെ വഴി നടത്തുന്നത് ഏറ്റവും നേരായതിലേക്കാണ്. ഏറ്റവും മികച്ച ഓപ്ഷനാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ, ഓരോ വിഷയത്തിലും ഖുർആൻ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പൊ ഖുർആൻ കേന്ദ്രീകൃതമായ ഒരു ജീവിത അജണ്ട നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ട്രാക്ക് തെറ്റാതെ ശരിയുടെ മാർഗത്തിൽ, ശരിയുടെ ട്രാക്ക് കാണിച്ചു തരാൻ, ആ ട്രാക്കിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിന് മാത്രമേ അതിന് നമ്മെ വഴി നടത്താൻ സാധിക്കുകയുള്ളൂ. കാരണം അത് പരിമിതികളില്ലാത്ത പടച്ചവന്റെ വചനങ്ങളാണ്. അബദ്ധമുക്തമായ ഒരു അസ്തിത്വത്തിൽ നിന്നുള്ള മാർഗദർശനങ്ങളാണ്. ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഖുർആൻ മാത്രമേ അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. അബദ്ധമുക്തമായ ഒരു അസ്തിത്വത്തിൽ നിന്നുള്ള ഗൈഡ് ലൈൻസ്, പിഴവ് പറ്റാത്ത പടച്ചവനിൽ നിന്നുള്ള മാർഗദർശനം, ഈ അവകാശവാദത്തിന് അർഹതയുള്ള ഒരു ഗ്രന്ഥം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഖുർആനിന് മാത്രമാണ്. അങ്ങനെയുള്ള ഖുർആനാകുന്ന ഈ കേന്ദ്രത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ ജീവിതം ശരിയായ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഇടപാടുകളെ വിശുദ്ധ ഖുർആനിന്റെ നിലപാടുകളുമായി, നമ്മുടെ ജീവിത ഇടപാടുകളെ വിശുദ്ധ ഖുർആനിന്റെ നിലപാടുകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംസ്കാരം, ഒരു കൾച്ചർ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളെ നമ്മൾ പഠിക്കുമ്പോൾ, പൂർവികരെ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ഖുർആനുമായി ബന്ധിപ്പിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോയിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ ചെറുതും വലുതുമായ, നിസ്സാരമോ ഗൗരവമായ ഏത് വിഷയങ്ങളിലും പരിശുദ്ധ ഖുർആനിനോട് ചോദിക്കുന്ന ഒരു സംസ്കാരം, ഖുർആനിനോട് വിധി തേടുന്ന ഒരു സംസ്കാരം നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഖുർആൻ പതിവായി പാരായണം ചെയ്യുന്നവരാണ്. നിങ്ങൾ സൂറത്ത് ഫാത്തിഹ മുതൽ സൂറത്ത് നാസ് വരെ ഒരാവർത്തി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് തവണ നിങ്ങൾ യസ്അലൂനക എന്ന പദം ആവർത്തിക്കേണ്ടി വരും. യസ്അലൂനക എന്ന പദം നിങ്ങൾക്ക് ഒരുപാട് തവണ നിങ്ങൾക്ക് ആവർത്തിക്കേണ്ടി വരും. പല വിഷയങ്ങളെക്കുറിച്ചും യസ്അലൂനക എന്ന് പറഞ്ഞാൽ അവർ താങ്കളോട് ചോദിക്കുന്നു എന്നാണ്. അവർ താങ്കളോട് ചോദിക്കുന്നു, പല വിഷയങ്ങളിലും അവർ താങ്കളോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ അഹില്ല, പ്രവാചകരെ ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങളെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ കാലഗണനയെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, പ്രവാചകരെ എന്താണ് അവർ ചെലവഴിക്കേണ്ടത് എന്നവർ ചോദിക്കുന്നു. യസ്അലൂനക അനിൽ ശഹ്രിൽ ഹറാമി ഖിതാലിൻ ഫീഹി, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെക്കുറിച്ച്, പവിത്ര മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിന്റെ വിധിയെ സംബന്ധിച്ച് പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കുന്നു. യസ്അലൂനക അനിൽ ഹംരി വൽ മൈസിർ, ചൂതാട്ടത്തെക്കുറിച്ചും മദ്യത്തെക്കുറിച്ചും പ്രവാചകരെ അവരോട് താങ്കളോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ യതാമ, അനാഥകളെക്കുറിച്ച് അവർ പ്രവാചകർ താങ്കളോട് ചോദിക്കുന്നു. അനാഥരുടെ അവകാശങ്ങളെക്കുറിച്ച്, അവരോടുള്ള സമീപനത്തെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ച് പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കുന്നു. യസ്അലൂനക അനിൽ മഹീദ്,
ആർത്തവത്തെക്കുറിച്ച്, ആ സന്ദർഭത്തിലുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. യസ്അലൂനക അനിസ്സാഅ, അന്ത്യദിനത്തെക്കുറിച്ച് പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കുന്നു. ഇങ്ങനെ പ്രിയമുള്ളവരെ, ഖുർആനിലൂടെ നമ്മൾ ഒരാവർത്തി കടന്നു പോകുമ്പോൾ ഒരുപാട് യസ്അലൂനക നമ്മൾ ആവർത്തിക്കേണ്ടി വരികയാണ്. പ്രവാചകരോട് അവർ വിധി അന്വേഷിക്കുകയാണ്. അവർ അന്വേഷിക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്താണ്, ഖുർആനിന്റെ വിധി എന്താണ്, അള്ളാഹുവിന്റെ നിലപാട് എന്താണ്, ദീനിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് പ്രവാചകരോട് സഹാബികൾ അന്വേഷിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ വിഷയങ്ങളെ സംബന്ധിച്ച്, വളരെ നിസ്സാരവും ഗൗരവമായ സകല വിഷയങ്ങളെ സംബന്ധിച്ചും അവർ പ്രവാചകരോട് ഖുർആനിന്റെ വിധി ചോദിക്കുകയാണ്. അനാഥകളെ കുറിച്ചും അന്ത്യദിനത്തിൽ മാത്രമല്ല ആർത്തവത്തെക്കുറിച്ചും അവർ താങ്കളോട് ചോദിക്കുന്നു എന്നാണ്, ഖുർആനോട് ചോദിക്കുന്നു എന്നാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം, അഥവാ നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയത്തിലും പരിശുദ്ധ ഖുർആനിനോട് അഭിപ്രായം ചോദിക്കുന്ന, ഖുർആനിനോട് വിധി തേടുന്ന ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ്. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഒരു സത്യവിശ്വാസി കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കച്ചവടം ചെയ്യാൻ ആലോചിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിനോട് വിധി ചോദിക്കുകയാണ്, വിശുദ്ധ ഖുർആനിനോട് നിലപാട് അന്വേഷിക്കുകയാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഒരു വെളിച്ചം നൽകുകയാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം അല്ലാഹു അനുവദിച്ചതാണ്, കച്ചവടം അല്ലാഹു പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷേ വഹറമ റിബ, അങ്ങനെ കച്ചവടം ചെയ്യുമ്പോഴും പലിശയെ അല്ലാഹു നിരോധിച്ചിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുകയാണ്. അപ്പോ ഒരു വെളിച്ചം വിശുദ്ധ ഖുർആനിൽ ലഭിക്കുകയാണ്. എന്താണ്? അല്ലാഹു അനുവദിച്ച കച്ചവടം ആരംഭിക്കുമ്പോൾ തന്നെ അനുവദനീയമല്ലാത്ത പലിശ ഇടപാടിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ, അത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം എന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടാണ്. അതിനാണ് തനിക്ക് ഹൈർ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിനാണ് തന്റെ കച്ചവടത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവുക എന്ന ബോധ്യം ഒരു വിശ്വാസിയായ കച്ചവടക്കാരന് ഉണ്ടാകണം എന്നതാണ്. തറക്തു ഫീകും അംറൈൻ ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിടക്കുകയില്ല. ശരിയുടെ ട്രാക്ക് മാറി സഞ്ചരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. അഥവാ ഒരിക്കലും പിഴക്കാത്ത, ഒരിക്കലും വഴിതെറ്റാത്ത, ജീവിത വഴിയിൽ ട്രാക്ക് മാറിപ്പോകാതെ മുന്നോട്ട് പോകുവാൻ ജീവിതത്തിലുടനീളം വിശുദ്ധ ഖുർആനിനോട് വിധി ചോദിക്കുന്ന ഒരു സംസ്കാരം വിശ്വാസ സമൂഹത്തിൽ വളർത്തിയെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ പലപ്പോഴും ദൗർഭാഗ്യവശാൽ നമ്മുടെയൊന്നും ചർച്ചകൾ ആ വഴിക്ക് പോകാറില്ല. നമ്മൾ ഒന്നുകിൽ കാട് കയറി ചർച്ച ചെയ്യും, അല്ലെങ്കിൽ പരമസ്വതന്ത്രമായി നമ്മൾ വിഷയത്തെ സമീപിക്കും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത ഇടപാടുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് പരിശുദ്ധ ഖുർആൻ കേന്ദ്രീകരിച്ചുകൊണ്ടാകുമ്പോഴാണ് പ്രിയമുള്ളവരെ ഏറ്റവും നേരായ, ഏറ്റവും ശരിയായ തീരുമാനത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുക. അഥവാ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങളെ സമീപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് എന്നാണ്. അതായിരുന്നു സത്യവിശ്വാസം നമ്മെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികൾ അത്തരത്തിലുള്ള ഒരു സംസ്കാരമാണ് അവരുടെ ജീവിതത്തിൽ വളർത്തിയെടുത്തത്. അതുകൊണ്ട് അവർക്ക് ട്രാക്ക് തെറ്റാതെ ജീവിതത്തിന്റെ ശരിയായ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചു എന്നതാണ്. മുസ്ലിം സമുദായത്തിലെ എഴുത്തുകാർക്കും പ്രഭാഷകർക്കുമൊക്കെ ഈ നിലപാട് ഉണ്ടാകുന്നിടത്താണ് അവർ വായിക്കുന്ന, അല്ലെങ്കിൽ അവർ എഴുതുന്നതും പാടുന്നതുമൊക്കെ ലേഖനങ്ങളും ഗാനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ ഒരു സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ പ്രാപ്തമാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ഒരാൾ സംഗീതരചന നിർവഹിക്കാൻ കഴിയാത്തിടത്ത് മുസ്ലിം കവിതകൾ പോലും, മുസ്ലിം ഗാനരചയിതാക്കൾ പോലും ഉണ്ടാക്കുന്ന മാപ്പിളപ്പാട്ടുകൾ പോലും പലപ്പോഴും അശ്ലീല ഗാനങ്ങളായി മാറുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ സമുദായത്തിലെ വ്യാപാരികളും വ്യവസായികളും കച്ചവടക്കാരുമൊക്കെ ഈ സംസ്കാരം മുറുകെ പിടിക്കാതിരിക്കുമ്പോൾ അത്തരം കച്ചവടത്തിലും വ്യവസായത്തിലുമൊക്കെ പലപ്പോഴും പലിശയും കൊള്ളലാഭവും പൂത്തിവെപ്പും മായം ചേർക്കലും ഒക്കെ കടന്നു വരുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഖുർആൻ ഏത് രീതിയിലുള്ള കച്ചവടമാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്, കച്ചവടത്തിൽ എന്തൊക്കെ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ അത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലും നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇടപെടുന്ന ജീവിത മേഖലകളിൽ നമുക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയണം എന്നാണ്. അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും വളർന്നു വരണം. ജീവിതത്തിന്റെ സ്വകാര്യതകളെ സംബന്ധിച്ച് വരെ, നന്നേ നിസ്സാരമായ സംഗതികളെ സംബന്ധിച്ച് വരെ സഹാബി സമൂഹം വിശുദ്ധ ഖുർആനിനോട് ചോദിക്കാൻ കാണിച്ച താല്പര്യം നമുക്കറിയാലോ. യസ്അലൂനക അനിൽ മഹീദ് എന്നാണ് ചോദിക്കുന്നത്. ആർത്തവത്തെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദർശത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും മാത്രമല്ല, ആർത്തവത്തെക്കുറിച്ചും അവർക്ക് ചോദിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്നാണ്. സാരമോ നിസ്സാരമോ എന്ന് പരിഗണിക്കാതെ, ചെറുതോ വലുതോ എന്ന പരിഗണനയില്ലാതെ സകല വിഷയങ്ങളിലും വിശുദ്ധ ഖുർആനിനോട് വിധി അന്വേഷിക്കുന്ന,
പടച്ചവനോട് അഭിപ്രായം ചോദിക്കുന്ന ഒരു രീതി വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ലൻ തദില്ലു, വളരെ സ്പഷ്ടമാണ്, ലൻ തദില്ലു, നിങ്ങൾക്ക് വഴിപിഴക്കുകയില്ല. അഥവാ ഒരിക്കലും പിഴക്കാത്ത, വഴി തെറ്റാത്ത, ട്രാക്ക് മാറിപ്പോകാതെ ശരിയായ പാതയിലൂടെ ജീവിതം നദിയെ മുന്നോട്ട് നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഖുർആനോടുള്ള സമീപനത്തിനെ ഈ ഒരു തലത്തിലേക്ക്, അഥവാ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിത ഇടപാടുകളെ ക്രമീകരിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ഖുർആൻ പഠനം പോലും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ഖുർആൻ പഠിക്കുന്നത് പോലും ഈ ലക്ഷ്യത്തോടു കൂടിയാകണം. അല്ലാതെ ഖുർആൻ പഠനം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു അക്കാദമിക് പഠനമാകാൻ പാടില്ല. അള്ളാഹും പ്രവാചകനും പരിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ കേവലം അക്കാദമികമായ പഠനത്തിലൂടെ ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനഃശാന്തി ഉണ്ടാകുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മനഃശാന്തി ഉണ്ടാകും, സക്കീനത്ത് ലഭിക്കും ഖുർആൻ പഠിക്കുന്ന ഒരു മനുഷ്യന്. എന്നാൽ അതേസമയം വർഷങ്ങളോളം ഖുർആൻ പഠിച്ചുകൊണ്ടിരുന്നിട്ടും മനസ്സ് അസ്വസ്ഥമായി തുടരുന്നുണ്ടെങ്കിൽ, മനഃശാന്തി ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഖുർആനിന്റെ ജീവിത ഇടപാടുകളിൽ ഇടപെടാൻ നമ്മൾ ഇടമനുവദിക്കുന്നില്ല എന്നതാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ ഖുർആനിനോടുള്ള ആദര സൂചകമായി ഖുർആൻ എല്ലാ ഗ്രന്ഥങ്ങളുടെയും മുകളിൽ വെക്കും. ഖുർആൻ എല്ലാ ഗ്രന്ഥങ്ങളുടെ മുകളിലാണ് നമ്മൾ ഖുർആൻ വെക്കുക, അല്ലെ? പക്ഷെ നമ്മുടെ ജീവിത ഇടപാടുകളിൽ ഇതുപോലെ ഖുർആനിന് പ്രഥമ പരിഗണന നൽകുവാൻ, ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ഖുർആനിന്റെ കൽപ്പനകളാണ് അവിടെ പ്രധാനം. വീട്ടിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, കച്ചവടത്തിൽ വിഷയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ തൊഴിലിടത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുന്ന മറ്റേതെങ്കിലും മേഖലകളിൽ നമ്മൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഖുർആനെ ഏറ്റവും മുകളിൽ വെക്കാൻ, ഖുർആനിന്റെ വിധി ഏറ്റവും പരമപ്രധാനമായി കാണാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിഞ്ഞിടത്താണ് ഞാൻ പറഞ്ഞതുപോലെ ഖുർആന്റെ സൽഫലങ്ങൾ, ഖുർആൻ അതിന്റെ അനുയായികൾക്ക് നൽകുന്ന അനുഗ്രഹ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് കഴിയുക. സഹാബി സമൂഹത്തിന്റെ ചരിത്രം അങ്ങനെയായിരുന്നു. പ്രവാചക പാഠശാലയിലെ ഏറ്റവും കഴിവുറ്റ വിദ്യാർത്ഥിയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇമാമുൽ മുഫസ്സിരീൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുഫസ്സിരീങ്ങളുടെ ഇമാം, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഇമാം എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അറിയപ്പെടുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പ്രയോഗമുണ്ട്, കുന്നാ ഇദാ തകല്ലംനാ മിനൻ നബിയ്യി 10 ആയാത്തിൻ മിനൽ ഖുർആൻ, കുന്നാ ഇദാ തകല്ലംനാ മിനൻ നബിയ്യി 10 ആയാത്തിൻ മിനൽ ഖുർആൻ ലം നതകല്ലമ മിനൽ 10 ലത്തി നസലത് ബഅദഹാ ഹത്താ നഅലമ മാ ഫീഹി മിനൽ അമൽ. അല്ലാഹുവിന്റെ പ്രവാചകന് അവതീർണമായ 10 ആയത്തുകൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഖുർആൻ പഠിക്കാറില്ല, പിന്നീട് വരുന്ന 10 ആയത്തുകൾ ഞങ്ങൾ പഠിക്കാറില്ല. എപ്പോ? ഹത്താ നഅലമ മാ ഫീഹി മിനൽ അമൽ. ഈ പഠിച്ചു കഴിഞ്ഞ 10 ആയത്തുകളെ നിങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ടല്ലാതെ, 10 ആയത്തുകൾ ഞങ്ങൾ പ്രവാചകനിൽ നിന്ന് പഠിച്ചാൽ ആ 10 ആയത്തുകളിലെ അധ്യാപനങ്ങൾ, ആ 10 ആയത്തുകളിലെ പടച്ചവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലേക്ക്, കർമ്മപദത്തിലേക്ക് വികസിപ്പിക്കാതെ പിന്നീട് അവതീർണമായ 10 ആയത്തുകൾ ഞങ്ങൾ പഠിക്കുമായിരുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. കാരണം അവർ ഖുർആനിനെ കണ്ടത് റഅഉൽ ഖുർആന റസായിലു മിർ റബ്ബിഹിം, റഅഉൽ ഖുർആന റസായിലു മിർ റബ്ബിഹിം, തങ്ങളുടെ പേരിൽ അഡ്രസ് എഴുതി അയച്ച എഴുത്തുകളായിട്ടാണ്, റബ്ബിങ്കിൽ നിന്നുള്ള എഴുത്തുകളായിട്ടാണ് അവർ പരിശുദ്ധ ഖുർആനെ കണ്ടത്. തങ്ങൾ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച്, തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ട കൃത്യമായ വഴികളെ കുറിച്ച് തങ്ങളുടെ റബ്ബ് തങ്ങളുടെ പേരിൽ എഴുതി അയച്ച ലെറ്ററുകളായിട്ടാണ് അവർ ഖുർആനെ കണ്ടത്. കാരണം അതുകൊണ്ട് തന്നെ അവർ രാത്രികൾ അത് പഠിക്കാൻ ചെലവഴിക്കുമ്പോൾ പകലിൽ അത് അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയായിരുന്നു. പകലിൽ, രാത്രികളിൽ അവർ അത് പഠിക്കുമ്പോൾ പകലിൽ അവരുടെ ജീവിത മൈതാനിയിൽ ആ ഖുർആനിനെ അവർ ഫിറ്റ് ചെയ്യുകയായിരുന്നു. അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതിന്റെ എക്സിക്യൂഷൻ അവരുടെ ജീവിതത്തിൽ സാധ്യമാക്കാതെ അവർ പിന്നീട് ഖുർആൻ പഠനവുമായി മുന്നോട്ട് പോയിരുന്നില്ല എന്ന് ഇതേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഉൻസിലൽ ഖുർആന ലിയഅമലു ബിഹി. ഖുർആൻ പ്രിയമുള്ളവരെ അവതീർണമായത് തന്നെ അതനുസരിച്ച് അമലുകൾ ചെയ്യാൻ വേണ്ടിയാണ്, അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ്. ഇന്ന അഹദുക്കും ലയഖറഉൽ ഖുർആൻ. പക്ഷെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, ഖുർആൻ ഓതുകയാണ്. മിൻ ഫാത്തിഹതിഹി ഇലാ ഖാതിമതിഹി, ഫാത്തിഹ മുതൽ അതിന്റെ അവസാനം വരെ നിങ്ങൾ പാരായണം ചെയ്യുകയാണ്. മാ യുസ്ഖിതു മിൻഹു ഹർഫ, ഒരൊറ്റ ഹർഫും വിട്ടുപോകുന്നില്ല. ഫാത്തിഹ മുതൽ ഖാതിമ വരെ, അവസാനം വരെ ഖുർആൻ നിരന്തരമായി നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ അക്ഷരവും, മാ യുസ്ഖിതു മിൻ ഹർഫിൻ, ഒരൊറ്റ അക്ഷരം പോലും നിങ്ങൾ വിടാതെ. പക്ഷേ വഖദ് അസ്ഖതൽ അമല ബി, വിട്ടുപോകുന്നത് എന്താ? ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള അമലുകളാണ്, ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള അമലുകളാണ്. ഖുർആൻ അവതീർണമായത് തന്നെ അതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ വഖ്തഹദു ദിറാസതഹു അമല,
ഖുർആനിന്റെ ഓത്ത് തന്നെ തൊഴിലായി സ്വീകരിച്ചു, അമലായി സ്വീകരിച്ചു. ഖുർആൻ അതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടി അല്ലാഹു അവതരിപ്പിച്ചു. പക്ഷേ അതിന്റെ ഓത്ത് തന്നെ അമലായി സ്വീകരിച്ചു. വത്തഖദു ദിറാസതഹു അമല, അതിന്റെ ഓത്ത് തന്നെ അമലായി സ്വീകരിച്ചു. ഓതലും ഊതലും ഓദിക്കലും ഇത് തന്നെ അമലായി സ്വീകരിച്ചു. അതിന്റെ അനന്തരഫലങ്ങളാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണം ഉൾക്കൊള്ളാതെ ഖുർആനിന്റെ ആശയവും ജീവിതവും മുസ്ലിം സമുദായത്തിന്റെ ജീവിതവും വൈരുദ്ധ്യം അല്ലെങ്കിൽ രണ്ട് വഴിക്ക് പോകുന്ന സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഖുർആനിന്റെ പഠനവും പരീക്ഷയും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ റാങ്ക് നേടലും സമ്മാനം നേടലും എന്ന് പറയുന്നത് ഖുർആൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. ഖുർആൻ പഠനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ്. അതല്ലാതെ അതൊന്നും ഖുർആൻ പഠനത്തിന്റെ ലക്ഷ്യമല്ല. ഖുർആൻ പഠനം എന്ന് പറയുന്നത് കേവലം അക്കാദമികമായ ഒരു തലത്തിൽ ഒതുക്കി നിർത്തേണ്ട സംഗതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വശത്ത് ഖുർആൻ പഠിക്കുകയും ആ പഠിച്ച ഖുർആനിനെ അടച്ചു വെച്ചതിന് ശേഷം ജീവിത മൈതാനിയിൽ പരിശുദ്ധ ഖുർആനിന് ഇടമനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം മുസ്ലിം സമുദായത്തിന് സംഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ അതിന് വേണ്ടത് എന്താണ്? കേവലം ഓത്തിൽ നിന്നും കേവല പാരായണത്തിൽ നിന്നും വികസിച്ചുകൊണ്ട് ഖുർആനിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്നതാണ്. ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഖുർആൻ പഠനത്തിൽ ഈ ലക്ഷ്യത്തോടു കൂടി ജീവിതത്തെ മാറ്റിപ്പണിയാൻ, ജീവിത മൈതാനിയിലേക്ക് ഫിറ്റ് ചെയ്യുവാൻ ഖുർആൻ പഠനം വഴി നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ഖുർആൻ പഠനത്തിൽ കേന്ദ്രീകരിക്കണം. പക്ഷേ പഠനത്തിന് വേണ്ടിയല്ല, ജീവിതത്തിൽ ഖുർആനിനെ എടുക്കാൻ വേണ്ടിയാണ്. ഖുർആനിക അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ വേണ്ടിയാകണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് കുറച്ചും കൂടി അനുകൂലമായ, കുറച്ചും കൂടി പോസിറ്റീവായ ഒരു സമീപനം എന്റെയും നിങ്ങളുടെയും ഭാഗത്തുണ്ടാകണം. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ മുസഹഫ് തന്നോട് ചേർത്തുകൊണ്ട് പറയുമായിരുന്നു, കിതാബു റബ്ബി വ കലാമു റബ്ബി. അത്രയും ഒരു വൈകാരികത ഖുർആനിനോട് അവർക്കുണ്ടായിരുന്നു. എന്റെ നാഥന്റെ വചനങ്ങൾ, എന്റെ റബ്ബിന്റെ വചനങ്ങൾ, എന്റെ റബ്ബിന്റെ ഗ്രന്ഥം, എന്റെ റബ്ബിന്റെ വചനങ്ങൾ എന്ന ഒരു ഗൗരവത്തോടു കൂടി, ആ ഒരു വൈകാരികതയോടുകൂടി ഖുർആനെ സമീപിക്കാൻ നമുക്ക് കഴിയണം. ഖുർആനിന്റെ വായനയും ജീവിത വായനയും നടത്തി ഖുർആൻ ഷേപ്പ് ചെയ്യുന്ന ഒരു ജീവിതം, ഖുർആൻ ഡിസൈൻ ചെയ്യുന്ന ഒരു ജീവിതം, ഖുർആനിൽ നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ്. ലെറ്റ് us ഖുർആൻ ഡിസൈൻ അസ് എന്ന് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു ക്യാപ്ഷൻ നൽകിയിരുന്നു ഒരു ക്യാമ്പയിന് വേണ്ടി. ഖുർആൻ നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ വിട്ടുകൊടുക്കുക എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെ കുറിച്ച് നമുക്കറിയാം. റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ തലമുറയാണ് ഏറ്റവും മികച്ച തലമുറ. തുമ്മല്ലദീന യലൗനഹും, തീർച്ചയായും അതിനുശേഷം വരുന്ന തലമുറ ഈ മികവ് നിലനിർത്തുന്നത് പരിശുദ്ധ ഖുർആനോടുള്ള സമീപനത്തിലായിരുന്നു. റസൂലിന്റെ തലമുറ ഏറ്റവും നല്ല തലമുറയായതും പിന്നീട് ശേഷം വന്നവർ അവരുടെ പുറകിൽ സ്ഥാനം പിടിച്ചതും ഖുർആൻ ഷേപ്പ് ചെയ്ത, ഖുർആൻ രൂപകൽപ്പന ചെയ്ത, ഖുർആനെ ഡിസൈൻ ചെയ്താൽ വിട്ടുകൊടുത്ത ഒരു സമൂഹമായി മാറാൻ അവർക്ക് കഴിഞ്ഞത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ, ഖുർആനിൽ ഒരു വിഷയത്തിൽ ഒരു വിധി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചർച്ച പാടില്ല, പിന്നെ ഇവിടെ ചർച്ചക്ക് പ്രസക്തിയില്ല. അവിടെ പിന്നെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ന്യായം ചമക്കലല്ല, മറിച്ച് അത് തങ്ങളുടെ ആസ്വാദന വികാരത്തെ തൃപ്തിപ്പെടുത്തുന്നതാണെങ്കിലും അല്ലെങ്കിലും അതൊരു വിഷയമാകാതെ ആ വിധിയിൽ തൃപ്തിപ്പെടാൻ കഴിയുക എന്നതാണ് വിശ്വാസികളെന്ന് നമുക്ക് സാധിക്കേണ്ടത്. അങ്ങനെയാണ് ആ തലമുറയെ, പ്രവാചകന്റെ തലമുറയെ നമ്മൾ കാണുന്നത്. ഓരോ വിഷയത്തിലും നമുക്കറിയാമല്ലോ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ മദ്യപാനത്തിന് വിരമിക്കുന്നില്ലേ എന്ന ചോദ്യം, ഖുർആൻ അവതീർണമായ ഒരു ചോദ്യം പ്രവാചകൻ പറയുന്നു, അല്ലെങ്കിൽ പ്രവാചകൻ ഖുർആൻ അവതീർണമായിരിക്കുന്നു. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ മദ്യപാനത്തിന് വിരമിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വാങ്ങിവെച്ചത് ഉപയോഗിക്കാമെന്നവർ ചിന്തിക്കുന്നില്ല, കയ്യിൽ പിടിച്ചത് കുടിച്ചു കളയാമെന്നവർ വെക്കുന്നില്ല. പ്രിയമുള്ളവരെ, കുടിച്ചു കഴിഞ്ഞത് അവിടെ കിടന്നോട്ടെ എന്നവർ വെക്കുന്നില്ല. ഇനി കുടിക്കാതിരുന്നാൽ മതിയല്ലോ എന്നല്ല അവർ ചിന്തിക്കുന്നത്, മറിച്ച് വായിൽ വിരലിട്ടിക്കൊണ്ട് വയറ്റിലെത്തിയത് മുഴുവനും ഛർദ്ദിച്ചു കളയാൻ ശ്രമിക്കുന്ന ഒരു ജനതയാണ് പ്രിയമുള്ളവരെ പ്രവാചക കാലത്ത് നമ്മൾ കാണുന്നത്. എന്താണ് ഇതിന്റെ തത്വം? ന്യായം ചമക്കലല്ല. ന്യായം ചമക്കാണെങ്കിൽ അവർക്ക് പറയാമല്ലോ, കുടിച്ചു കഴിഞ്ഞതോടെ കിടന്നോട്ടെ, വാങ്ങിവെച്ചത് കുടിക്കാമല്ലോ, കയ്യിൽ പിടിച്ചത് ഇറക്കാമല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കാമല്ലോ. പക്ഷെ അതല്ല, അനുവദനീയമല്ലാത്ത മദ്യത്തിന്റെ അവസാന തുള്ളി പോലും ആമാശയത്തിൽ നിന്നും പുറത്തെടുത്ത് കളയാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജനതയായി അവർ മാറുകയാണ്. അനുവദനീയമല്ലാത്ത മദ്യത്തിന്റെ അവസാന തുള്ളി പോലും ആമാശയത്തിൽ നിന്ന് പുറത്തെടുത്ത് കളയാൻ വ്യഗ്രത കൊള്ളുന്ന, വെമ്പൽ കൊള്ളുന്ന ഒരു ജനതയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഖുർആൻ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ജനതയുടെ പ്രത്യേകത. ഒരു നിർണായകമായ സന്ദർഭത്തിൽ ഇസ്ലാമിക സമൂഹം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമാനമായ സാഹചര്യത്തെ അനുഭവിക്കുമ്പോൾ, സാമ്പത്തിക
ത്യാഗം വിശ്വാസികളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിറങ്ങുകയാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പടച്ചവന്റെ മാർഗത്തിൽ ത്യജിക്കാൻ, വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ നിങ്ങൾക്ക് പുണ്യമാർജിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ തന്റെ കരകം വിളയുന്ന കാരക്കത്തോട്ടം പ്രവാചകന്റെ മുന്നിൽ വന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി കൈയൊഴിക്കാൻ തയ്യാറാകുന്ന സഹാബികളെ നമ്മൾ കാണുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ എന്ന് ഖുർആനിന്റെ ആയത്തുകൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങളുടെ ശബ്ദം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തരുത്, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ നബിയോട് സംസാരിക്കരുത് എന്ന ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോ സഹാബികൾ ആത്മപരിശോധന നടത്തുകയാണ്. പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് സംസാരിക്കുമ്പോ നബിക്ക് രണ്ടാമത് ചോദിക്കേണ്ടി വരികയാണ്, ഉമറെ താങ്കൾ എന്താണ് പറഞ്ഞത് എന്ന്. അത്രയും ഉമറിന്റെ ശബ്ദം താഴ്ന്നുപോയി എന്നാണ്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ നിഷ്ഫലമായി പോകാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് ഖുർആൻ ചോദിക്കുമ്പോ ഉമറിന്റെ ശബ്ദം താണു പോവുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹുജറാത്തിലെ ഈ ആയത്തുകൾ അവതരിപ്പിച്ചപ്പോ ചില സഹാബികളെ പ്രവാചകന്റെ മജ്‌ലിസിൽ കാണാതായി എന്നാണ്. ചില സഹാബികൾ പിന്നെ പ്രവാചകന്റെ പ്രവാചക സദസ്സിൽ വരാതായി എന്നാണ്. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിന്റെ സദസ്സിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു. അദ്ദേഹം പ്രവാചക സദസ്സിൽ വരാതെ വീട്ടിൽ തന്നെ ഇരിപ്പായി എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അന്വേഷിക്കുകയാണ്, എന്തു പറ്റി സാബിത്തിന്. ആളുകൾ പോയി സാബിത്തിനോട് അന്വേഷിക്കുകയാണ്. ഉടനെ തന്നെ സാബിത്ത് മറുപടി, ഞാൻ റാഫിഉ സൗത്താണ്, ഞാൻ ഒരുപാട് ശബ്ദമുയർത്തി സംസാരിക്കുന്ന പ്രകൃതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിച്ചത് എനിക്ക് വേണ്ടിയാണല്ലോ, എന്നോടാണല്ലോ അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് ഹബിത്ത അമലി അൻത ഹബത അഅമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ പാഴായി പോകുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയത് തന്നെ കുറിച്ചാണല്ലോ എന്ന് ചിന്തിച്ച് ഹബിത്ത അമലി, എന്റെ അമലുകൾ പാഴായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദുഃഖിതനായി വീട്ടിലിരിക്കുന്ന സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഈ വിവരം സഹാബികൾ വന്നുകൊണ്ട് പ്രവാചകന്റെ സദസ്സിൽ പറയുകയാണ്. സാബിത്ത് നരകത്തിൽ പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് പ്രവാചകരെ താങ്കളുടെ സദസ്സിൽ വരാത്തത്. റസൂലുള്ളാഹി വിവരം പറഞ്ഞു വഹുവ ഫിൽ ജന്ന, സാബിത്ത് സ്വർഗ്ഗത്തിലാണ്. ഞാൻ പറയുന്നത് ഖുർആനിനനുസരിച്ച് ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ജനത എങ്ങനെ ഖുർആനിന്റെ ആയത്തുകളോട് പ്രതികരിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ആ രീതിയിൽ ഖുർആനിനോട് സമീപിക്കാൻ, ഖുർആനിന്റെ ഒരു വിധിയെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ അതിനോട് ചേർത്ത് വെച്ച് പരിശോധിക്കുകയും ആ ഖുർആനിലെ നിലപാടുകളും നമ്മുടെ ജീവിതവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, ഖുർആനിന്റെ ആശയങ്ങളും നമ്മുടെ ജീവിതവും തമ്മിലുള്ള വിള്ളലുകളും വിടവുകളും അകൽച്ചകളും ഒക്കെ നികത്തിക്കൊണ്ടുവരുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഖുർആനുള്ള സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അതുവഴിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ഖുർആനികമായ ട്രാക്കിലൂടെ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ശരിയുടെ പാതയിലൂടെ വഴിപിടക്കാത്ത, ഒരിക്കലും വഴിമാറിപ്പോകാത്ത, വഴി തെറ്റിപ്പോകാത്ത ശരിയായ ഇസ്ലാമിക പാദത്തിലൂടെ, ഖുർആനിക മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിക ആശയങ്ങളോടനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന ഏറ്റവും സൗഭാഗ്യവാന്മാരായ ഖുർആനിന്റെ അനുയായികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.